ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആർട്ട് ഫോർ വി ഗാർഡൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വിളവെടുപ്പ് വീഡിയോയാണ്. അപ്പോൾ ടെറസ് ഗാർഡനിൽ എൻ്റെ പച്ചക്കറികളുടെ വിളവെടുപ്പാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ടെറസ് ഗാർഡനിലെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു വിളവെടുപ്പാണ്. കാരണം ഒത്തിരി പച്ചക്കറികളൊക്കെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടുതലെന്ന് പറയുന്നത് തക്കാളിയാണ്. അപ്പോൾ ഒരു തക്കാളി പഴുത്തു തുടങ്ങിയാൽ ബാക്കിയെല്ലാം തന്നെ വേഗം വേഗം പഴുത്തു കൊള്ളുന്നതാണ്. അപ്പോൾ തക്കാളിയുടെ വിളവെടുപ്പാണ് ആദ്യമേ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നല്ല ചുവന്ന നിറത്തിലും ഓറഞ്ച് കളറിലും ഒക്കെ ആയിട്ടുള്ള തക്കാളികൾ ഇഷ്ടം പോലെ തന്നെ വിളഞ്ഞു നിൽപ്പുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഞാൻ വിളവെടുക്കുകയാണ്. ഇപ്രാവശ്യം ഒത്തിരിയേറെ തക്കാളി ചെടികളൊക്കെ തന്നെ നട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം തന്നെ നല്ല രീതിയിൽ കായ്ച്ചിട്ടുമുണ്ട്. അപ്പോൾ ചുവട്ടിൽ നിന്ന് തന്നെയൊക്കെ കായ്കളൊക്കെ തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ തക്കാളി ചെടി നടാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന തക്കാളി ചെടികളെന്ന് പറയുന്നത് കടയിൽ നിന്ന് വാങ്ങിയ വലിയ തക്കാളിയിൽ നിന്ന് എടുത്തിട്ട് വിത്തുകളൊക്കെ പാവിയിട്ട് അതിൽ നിന്ന് മുളച്ച് വന്ന തൈകളാണ് പറിച്ച് നട്ടിട്ടുള്ളത്. അപ്പോൾ തക്കാളി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ തക്കാളി കൃഷി എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ഇപ്രാവശ്യം തക്കാളി കൃഷി ചെയ്തതിലെന്ന് പറഞ്ഞാൽ കുമ്മായും അതുപോലെ തന്നെ അടിവളമായിട്ട് കോഴിവളമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് അതിൻ്റെ ചുവട്ടിൽ മണ്ണും അതുപോലെ തന്നെ കോഴിവളമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് താങ്ങായിട്ടൊരു കമ്പം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കയറൊക്കെ വെച്ചിട്ട് പന്തലിലോട്ട് കെട്ടിക്കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളികളൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ വിളയിച്ചെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ പച്ചക്കറി ചെടികളിലെ കീടശല്യം അകറ്റാനായിട്ട് നമ്മൾ രാവിലെ വൈകുന്നേരം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെടിയുടെ ഇലകളൊക്കെ തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കീടശല്യം ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി കഷായമൊക്കെ തന്നെ ചെടികളുടെ ഇലകളിൽ അടിച്ചു കൊടുക്കാവുന്നതാണ്. ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ തന്നെയും. അപ്പോൾ മറ്റു ചെടികളിൽ എന്തെങ്കിലും ഒരു കീടശല്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് എല്ലാ ചെടികളിലും ഒന്ന് സ്പ്രെഡായി വരുന്നതാണ്. അപ്പോൾ കീടശല്യം പരമാവധി കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പച്ചക്കറി ചെടികളിൽ നിന്ന് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതാണ്. ഈ വിളവെടുക്കുന്ന തക്കാളി ചെടി എന്ന് പറയുന്നത് നല്ല കോല് പോലെ നീണ്ടു പോയിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് വളച്ച് വെച്ച് അതിൻ്റെ ചുവട്ടിൽ മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു ചെടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ പൂക്കളും കായ്കളൊക്കെ തന്നെ പറിക്കാൻ പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കായ്കളൊക്കെ തന്നെയാണ്. ഈ തക്കാളി കൃഷി ചെയ്യുമ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നമ്മൾ ചെടികളൊക്കെ തന്നെ വെച്ച് പിടിപ്പിക്കാനായിട്ട്. ഏകദേശം ഒരു 8 മണിക്കൂർ വെയിലെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ടെറസ് ഗാർഡനിൽ വെച്ചിരിക്കുന്ന ചെടികളിൽ നിന്നാണ് ഇത്രയും തന്നെ തക്കാളിയൊക്കെ തന്നെ പറിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം താഴെ വെച്ചിരിക്കുന്നതിൽ ഇത്രയും തക്കാളി ഒന്നും തന്നെ ഇല്ല. അത്യാവശ്യം വെയിൽ അവിടെ കിട്ടുന്നില്ല, വീട്ടിൽ നിഴലൊക്കെ വീഴുന്നത് കാരണം. അപ്പോൾ നമ്മൾ നല്ല വെയിലടിക്കുന്ന സ്ഥലത്ത് തക്കാളി ചെടികളൊക്കെ തന്നെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തക്കാളികളൊക്കെ തന്നെ വിളവെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒത്തിരിയേറെ തക്കാളികളൊക്കെ തന്നെ വിളവെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള തക്കാളികളാണ്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത് പീച്ചിങ്ങ ചെടിയാണ്. അപ്പോൾ ഇനി വിളവെടുക്കാൻ പോകുന്നതെന്ന് പറയുന്നത് പീച്ചിങ്ങയാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പീച്ചിങ്ങയാണ്. അപ്പോൾ നല്ല പച്ച നിറത്തിലാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇത് ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പീച്ചിങ്ങ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ചാക്കിലാണ് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം കായ്കളൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് മൂപ്പെത്തുന്നതിന് മുന്നേ വേണം നമ്മൾ പറിച്ച് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മുറ്റിക്കഴിഞ്ഞാൽ ഇത് നിറച്ച് നാരുകളായിരിക്കും, നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇതിൻ്റെ വിത്തുകളൊക്കെ തന്നെ മുറ്റുന്നതാണ്. അപ്പോൾ മുറ്റാത്തതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് കറി വെച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വെള്ളരി വർഗ്ഗത്തിൽപ്പെട്ട ഒന്നാണ് ഈ പീച്ചിങ്ങ എന്ന് പറയുന്നത്. ഇതിൽ നിറച്ച് വെള്ളമാണുള്ളത്. നമുക്കിതിനെ മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ സാലഡായിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഒത്തിരി വെള്ളം ഇതിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് നമ്മളത് ഉണ്ടാക്കേണ്ടി വരും. പിന്നെ അത് വെന്ത് വരുമ്പോഴത്തേക്കും വളരെ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ. പീച്ചിങ്ങ എനിക്ക് 2 നിറത്തിലുള്ളതുണ്ട്. ഒന്ന് നല്ല പച്ച കളറിലുള്ളതും ഒന്ന് ചെറിയൊരു പച്ച നിറത്തിലുള്ളതുമാണ്. അപ്പോൾ ഈ നല്ല പച്ച കളറിലുള്ള പീച്ചിങ്ങയിലാണെന്നുണ്ടെങ്കിൽ വിത്തുകൾ നല്ല കറുപ്പ് നിറത്തിലുള്ളതും, ഈ കാണുന്ന കളറിലുള്ളതാണെന്നുണ്ടെങ്കിൽ നല്ല വെള്ള നിറത്തിലുള്ള വിത്തുകളാണ്. ഇനി ഈ പീച്ചിങ്ങ നമുക്ക് മുറ്റിക്കഴിഞ്ഞാൽ ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഇതിൻ്റെ തൊലി മാറ്റിയതിന് ശേഷം നമുക്കതിനെ ദേഹം തേച്ച് കുളിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പീച്ചിങ്ങയൊക്കെ തന്നെ വിളവെടുത്തിട്ടുണ്ട്. അപ്പോൾ പീച്ചിങ്ങ കൃഷി വളരെ എളുപ്പമാണ്. എല്ലാവരും ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കുക. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് പാവയ്ക്കയാണ്. അപ്പോൾ ഇത് നല്ല പച്ച നിറത്തിലുള്ള പാവയ്ക്കയാണ്. അപ്പോൾ കുറേയൊക്കെ തന്നെ പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഒന്ന് വിളവെടുക്കുകയാണ്. അപ്പോൾ ഈ പാവയ്ക്കയുടെ വിത്തുകളൊക്കെ തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളതെന്ന് പറയുന്നത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അതായത് പച്ചക്കറി കടയിൽ നിന്ന് നല്ല വലിപ്പമുള്ള പച്ച കളറിലുള്ള അത് തന്നെ വെള്ള കളറിലുള്ള പാവയ്ക്കൊക്കെ വാങ്ങിയിട്ട് നല്ല മുറ്റിയ പാവയ്ക്ക് നോക്കി വാങ്ങി അതിൽ
ഒത്തിരി ഇതുപോലെ പഴുത്ത വിത്തുകളൊക്കെ തന്നെയും കാണും. അപ്പോൾ അതിനെ എടുത്തിട്ടാണ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പച്ച കളറിലെ പാവയ്ക്കെന്ന് വെച്ചാൽ നല്ല നീളത്തിന് വരുന്നുണ്ട്. അതേസമയം വെള്ള കളറിൽ കുറച്ച് സൈസ് കുറവാണ്. എങ്കിലും നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യത്തിനുള്ളത് ഒക്കെ തന്നെ വിളവെടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെയും ഇതിൻ്റെ വിത്തുകളൊക്കെ തന്നെ ഈ പഴുത്ത പാവയ്ക്കകത്തുള്ളത് ഇളക്കിയിട്ട് നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നഴ്സറിയിൽ പോയി വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന പാവയ്ക്കയുടെ വിത്തുകളൊക്കെ നട്ടാലും നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പാവയ്ക്കയൊക്കെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഒന്നും തന്നെ വിഷമടിക്കാത്ത പാവയ്ക്കയാണ്. അപ്പോൾ നല്ല ജൈവ രീതിയിലുള്ള പച്ചക്കറികളാണ് ഇതൊക്കെ തന്നെയും. വളരെ ടേസ്റ്റാണ് ഇതൊക്കെ തന്നെ കറി വെച്ച് കഴിക്കുമ്പോഴത്തേക്കും. ഇനിയുള്ളതെന്ന് പറയുന്നത് കുറച്ച് കത്തിരിക്കയാണ്. അപ്പോൾ ചെറിയൊരു പർപ്പിൾ കളറിലുള്ള കത്തിരിക്കയാണ് ഇത്. അപ്പോൾ ചെടിയിൽ തന്നെ ധാരാളം ഉണ്ടാകുന്നതാണിത്. അപ്പോൾ ഒരു കൊലയിലും 4-5 ഒക്കെ തന്നെ കത്തിരിക്കയൊക്കെ പിടിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇതിൻ്റെ സൈസ് വന്നിട്ട് വളരെ ചെറുതാണ്. അപ്പോൾ ഇത് മൂപ്പത്തുന്നതിന് മുന്നേ നമുക്ക് പറിച്ചുപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റുള്ള ഒന്നാണ്. കത്തിരിക്ക ആയാലും വഴുതനങ്ങ ആയാലും ചെടിയിൽ നിറഞ്ഞു നിൽക്കുന്ന കാണാൻ വളരെ ഭംഗിയുള്ള ഒന്നാണ്. അപ്പോൾ ഒരു 4-5 ചുവടൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള കത്തിരിക്കയോ വഴുതനങ്ങയോ ഒക്കെ തന്നെ നമുക്ക് വിളയിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് കെയറൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിളയിച്ചെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ പച്ചക്കറികളൊക്കെ തന്നെയും. ഇനി നമുക്ക് ഉണ്ടായി കിട്ടുന്ന വഴുതനങ്ങ അല്ലെങ്കിൽ കത്തിരിക്ക അറുത്ത് നോക്കുമ്പോൾ പുഴുവാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇത് ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചെടിയിൽ ഈ കായയിൽ വെള്ളി കവറൊന്ന് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നല്ല രീതിയിലുള്ള കത്തിരിക്ക അല്ലെങ്കിൽ വഴുതനങ്ങ കിട്ടുന്നതാണ്. ഈ വഴുതനങ്ങ കായൊക്കെ പറിച്ചെടുക്കാൻ കുറച്ചൊന്ന് ഭയങ്കര ബലം കൊടുത്താലേ പറ്റത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ശക്തിയായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ആ തണ്ട് വന്നിട്ട് ഭയങ്കര കട്ടിയുള്ളതാണ്. അപ്പോൾ ഒന്ന് മുകളിലോട്ട് വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതേസമയം കത്തിരി വെച്ച് കട്ട് ചെയ്തത് അങ്ങോട്ട് പൊട്ടി വരത്തില്ല. അല്ലെങ്കിൽ അത്രയും ശക്തിയുള്ള ഒരു കത്തിരി ആയിരിക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വഴുതനങ്ങയും കത്തിരിക്കയൊക്കെ തന്നെയും വിളവെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സലാഡ് വെള്ളരിയാണ് വിളവെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നിറത്തിലുള്ളതെന്ന് പറഞ്ഞാൽ സലാഡ് വെള്ളരിക്കയാണ്. നല്ല മൂപ്പത്തിയ സലാഡ് വെള്ളരിയെല്ലാം തന്നെ ഇതുപോലെ ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കുഞ്ഞി കായായിരുന്നപ്പോഴത്തേക്കും ഇതിൻ്റെ പുറത്ത് പച്ച കളറിൽ ചെറിയ മുള്ളു പോലെയാണ് കണ്ടിരുന്നത്. ഇത് നല്ല മൂപ്പത്തി വരുമ്പോഴത്തേക്കും ഇത് ഇതുപോലത്തെ കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി കുറച്ച് സ്ഥലത്ത് ഞാൻ ഇതുപോലെ സാധാ വെള്ളരി നട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ചെറിയ കായാണ്, എങ്കിലും നമ്മുടെ വീട്ടിലേത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം തന്നെ വിളഞ്ഞിട്ടുണ്ട്. അതിനെയും കൂടി വിളവെടുക്കുകയാണ്. ഇതെല്ലാം തന്നെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വിത്തുകളൊക്കെ തന്നെ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ കണിവെള്ളരിയാണ് വാങ്ങിയിട്ട് വിത്തുകൾ നടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കും. അതുകൊണ്ട് അതൊന്നും തന്നെ നട്ടിട്ടില്ല. ഇത് സാധാ വെള്ളരിയാണ്. പിന്നെ ഉള്ള ഈ സലാഡ് വെള്ളരി എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പം വെക്കുന്നതാണ്. മൂപ്പത്തി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒത്തിരി വിത്തുകളൊക്കെ തന്നെയുണ്ട്. പിന്നെ ഞാനിത് അവിയലിനും സാമ്പാറിലൊക്കെ തന്നെ ഇടുന്നതാണ്. ഇത് മൂപ്പത്തിയെ നമ്മൾ മറ്റേ വെള്ളരി പോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ പുറന്തോട് വന്നിട്ട് ഒന്ന് ചുരണ്ടിക്കഴിഞ്ഞാൽ നല്ല പച്ച കളറിലാണ് ഇരിക്കുന്നത്. കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പീസായിട്ട് തൊലിയൊക്കെ ചെത്തിയിട്ട് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റുള്ള ഒന്നാണ്. സലാഡ് വെള്ളരി പ്രാവശ്യം ഒത്തിരി ചെടികളൊക്കെ തന്നെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരിയേറെ കായ്കളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കായ്കൾ സമയത്തിന് പറിക്കാത്ത കാരണം ഒക്കെ തന്നെ മുറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ വിളവെടുക്കുന്നത്. കുറച്ചൊക്കെ തന്നെ കുറേ നാൾ നിന്ന് കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം തന്നെ അഴുകി പോകുന്നതാണ്. പിന്നെ അതിൻ്റെ വിത്തുകളൊക്കെ എടുത്ത് ബാക്കിയുള്ള ഗ്രോ ബാഗിലൊക്കെ പാവമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒത്തിരി വിത്തുകളൊന്നും തന്നെ ഞാൻ സൂക്ഷിച്ച് വെക്കാറില്ല. അപ്പോഴപ്പോഴേ കിട്ടുന്നത് നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറേ നാൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ എല്ലാം തന്നെ പിന്നെ മുളയ്ക്കത്തില്ല, എല്ലാം ചീത്തയായി പോകുന്നതാണ്. അപ്പോൾ വിത്തുകൾ കിട്ടുന്ന അനുസരിച്ച് നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ഗ്രോ ബാഗ് ഒഴിയുന്നതനുസരിച്ച് അതിൽ നിന്ന് പറിച്ച് അതിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒന്നും തന്നെ സൂക്ഷിച്ച് വെക്കാറില്ല. ചീര വിത്തുകളൊക്കെ തന്നെ കുറച്ച് നാളിരിക്കും, വെണ്ടയും കുറച്ച് നാളിരിക്കും. പിന്നെ കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം തന്നെ അങ്ങ് ചീത്തയായി പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് വെക്കാറൊന്നുമില്ല. അപ്പോൾ ഈ സാലഡ് വെള്ളരിയുടെ വിത്തുകളൊക്കെ തന്നെ തന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് കൽക്കട്ടയിൽ നിന്നുള്ള ചേട്ടൻ്റെ സുഹൃത്തുക്കളാണ്. അവർ നാട്ടിൽ പോയിട്ട് വന്നപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് റാഡിഷിൻ്റെ വിത്തുകളും പാലക് ചീര, പിന്നെ കുറേ കടുവിൻ്റെ വിത്തുകൾ. ഇത് കുറച്ച് നാടൻ വെണ്ടയ്ക്കയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വെണ്ടയ്ക്കയാണ്. നല്ല ടേസ്റ്റാണ്. ഒത്തിരി വലിപ്പമുള്ളതെന്നല്ല, ചെറുതാണ്. പിന്നെ ചോളത്തിൻ്റെ വിത്തുകളും അവർ തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തോട്ടത്തിലൊരു ചോളച്ചെടിയാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്നതെന്ന് പറയുന്നത് ആൺപൂവാണ്. അത് വിരിഞ്ഞ് കുറച്ചാകുമ്പോഴത്തേക്കും താഴ്ന്ന് നമുക്ക് അതിൻ്റെ പെൺപൂക്കളൊക്കെ തന്നെയും വരുന്നതാണ്. എൻ്റെ ചെടിയിൽ ഒന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് വിരിഞ്ഞ് കഴിയുമ്പോൾ പോളിനേഷൻ നടക്കുമ്പോഴത്തേക്കും നമുക്ക് വിത്തുകളൊക്കെ തന്നെ കിട്ടുന്നതാണ്. അതായത് ചോളം കിട്ടുന്നതാണ്.
ഇനിയുള്ളതെന്ന് പറയുന്നത് കുറച്ച് ചീരയാണ്. അപ്പോൾ പച്ച കളറിലെ ചീരയാണ് വിളവെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ ധാരാളമായിട്ട് ഉള്ളതെന്ന് പറയുന്നത് ഈ പച്ച കളറിലെ ചീരയാണ്. യാതൊരുവിധ പരിചരണത്തിൻ്റെ ആവശ്യമില്ലാണ്ട് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ഈ പച്ച കളറിലെ ചീര എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ ചെടിയെ പുഴുത് എവിടെയെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് തന്നെ ഇത് തിളർത്തിട്ട് പുതിയ ഇലകളൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നാണ് ഈ പച്ച കളറിലെ ചീര എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയും കൂടെ വിളവെടുത്തിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് പറയുന്നത് ഒരു നെയ്ക്കുമ്പളാണ്. ഒരു ചെറിയ ചാക്കിലാണ് ഞാൻ ഇതിൻ്റെ വിത്ത് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കായാണ് ഉണ്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പച്ചയായിരിക്കും, അതിൻ്റെ പുറത്ത് ഇതുപോലെ പൊടിയൊന്നുമില്ല. അപ്പോൾ നല്ല വിളഞ്ഞ് വരുമ്പോഴാണ് ഇതുപോലെ വെള്ള കളറിലുള്ള ചുണ്ണാമ്പ് പോലത്തെ സംഭവം ഇതിൻ്റെ പുറത്തിങ്ങനെ പറ്റി പിടിച്ച് വരുന്നത്. അപ്പോൾ നല്ല വിളഞ്ഞിട്ടുള്ള ഒരു കായാണിത്. അപ്പോൾ അതിനെയും കൂടി വിളവെടുക്കുകയാണ്. ഈ ചെടികൾക്കൊക്കെ തന്നെയും വളപ്രയോഗം ചെയ്തിരിക്കുന്നതെല്ലാം ഒരുപോലെയാണ്. മണ്ണിൽ കുമ്മായം ചേർത്തു, അതുപോലെ തന്നെ കോഴിവളമൊക്കെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിചരണത്തിൽ ചെറിയ വ്യത്യാസമൊക്കെ തന്നെ ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കി എല്ലാത്തിൻ്റെയും വളപ്രയോഗമൊക്കെ തന്നെയും ഒരുപോലെയാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പരിചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ തന്നെ വിളവെച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നേ ഉള്ളൂ. ഇനി കുറച്ച് കുറ്റിക്കുരുമുളക് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അപ്പോഴപ്പോഴേ പറിച്ചെടുത്താൽ മതി. ഈ കാണുന്നതെന്ന് പറയുന്നത് തിപ്പലിയാണ്. ഈ കുരുമുളകും തിപ്പലിയും എന്ന് പറയുന്നത് ഒരുപോലത്തെയാണ്, ഭയങ്കര എരിവുള്ളതാണ്. കുരുമുളക് വർഗ്ഗത്തിൽപ്പെട്ടാണ് തിപ്പലി എന്ന് പറയുന്നത്. അപ്പോൾ കുരുമുളകിനെക്കാട്ടി വേഗത്തിലാണ് നമുക്ക് കായ്കളൊക്കെ തന്നെ ഉണ്ടായി കിട്ടുന്നത്. ഇത് നമുക്ക് കായ നോക്കിയാൽ ഇത് ചെറിയ തരി പോലത്തെ കുരുമുളകിൻ്റെ മണികൾ പോലെ കാണാൻ വേണ്ടി സാധിക്കും. ഭയങ്കര എരിവാണ്. തിപ്പലി എന്ന് പറയുന്നത് ഒരു ഔഷധ സസ്യം കൂടിയാണ്. നമുക്കിതിന് ചുമയ്ക്കുള്ള മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്, കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെടി വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യത്തിനുള്ള തിപ്പലിയൊക്കെ തന്നെ കിട്ടുന്നതാണ്. പിന്നെ ഞാൻ ഈ തിപ്പലിയെ കറികളിലൊക്കെ തന്നെ ഉപയോഗിക്കാറുണ്ട്. ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനകത്തൊക്കെ ഇടാറുണ്ട്. അതുപോലെ തന്നെ രസത്തിലേക്ക് ചതച്ചിടാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ തോട്ടത്തിൽ നിന്ന് ഇത്രയും പച്ചക്കറികളൊക്കെ തന്നെ വിളവെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക, കത്തിരിക്ക, വഴുതനങ്ങ, വെള്ളരിക്ക, സലാഡ് വെള്ളരി, തക്കാളി. അപ്പോൾ ഒത്തിരിയേറെ തക്കാളിയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. നെയ്ക്കുമ്പളം, ചീര, തിപ്പലി, അതുപോലെ തന്നെ കുരുമുളക്, പച്ച വഴുതനങ്ങ, അതുപോലെ തന്നെ പീച്ചിങ്ങ ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ആവുന്നതാണ് എൻ്റെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്